നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത്. ആ ദുരന്തം നടന്ന് ഒരു വർഷമാകുമ്പോൾ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയിൽ ദുരന്തബാധിതർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാനായിരുന്നു ന്യൂസ് മലയാളം സർവേ നടത്തിയത്. ന്യൂസ് മലയാളം ചാനൽ വിളിക്കുന്നതാണ്. നൗഷിബയുടെ നമ്പർ അല്ലേ ഇത്? ഹലോ, ഈ സ്റ്റീഫനാന്റെ നമ്പർ അല്ലേ ഇത്? എന്റെ കയ്യിൽ ഒരു 4 ചോദ്യമുണ്ട്, ചോദിച്ചോട്ടെ. സംസ്ഥാന സർക്കാർ 3 പട്ടികകളാണ് ഈ ദുരന്തബാധിതർക്കായി പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പട്ടികയിൽ, അതായത് ഫേസ് 1-ൽ 242 പേരാണുണ്ടായത്. ഇത് ആ നേരിട്ട് ദുരന്തം ബാധിച്ച അവരുടെ വീടും സ്ഥലവുമെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകളുടെ പട്ടികയാണ്. രണ്ടാമത്തെ പട്ടിക എന്ന് പറയുന്നത് ഫേസ് 2A ആണ്. ഇതിൽ 87 പേരാണുള്ളത്. റെഡ് സോണിൽ, അവിടെ വാസയോഗ്യമല്ലാത്ത റെഡ് സോണിൽപ്പെട്ട ആളുകളെയാണ് പുനരധിവസിപ്പിക്കുന്നത്. പിന്നീട് ഫേസ് 2Bയിൽ 73 പേരും ഉണ്ട്. അങ്ങനെ 402 പേരാണ് സർക്കാർ ഇറക്കിയിട്ടുള്ള പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ ഗുണഭോക്തൃ പട്ടികയിലുണ്ടായിരുന്നത്. നമ്മൾ ഈ 402 പേരെയും നേരിട്ട് ഫോണിൽ വിളിച്ച് കുറച്ചുപേരെ നേരിട്ട് കാണാനും ശ്രമിച്ചു. അങ്ങനെ 402 പേരുടെയും അഭിപ്രായം തേടിക്കൊണ്ട് അതിൽ ദുരന്തബാധിതർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തന്നെയായിരുന്നു അറിയേണ്ടത്. കാരണം പുറത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റും ഉയർന്ന സാഹചര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഈ സർവേയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടികയിലുള്ള 402 ആളുകളിൽ 329 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. അത്രയും ആളുകളെ ഫോണിൽ വിളിക്കുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളുടെ റിപ്പോർട്ടർമാർ തന്നെയാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത്. അവരെല്ലാം നേരിട്ട് ഫോണിൽ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ, ചോദ്യങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളെല്ലാം തേടി. ന്യൂസ് മലയാളം നടത്തിയ സർവേയിൽ ഞാൻ 4 പേരെയാണ് നേരിൽ കണ്ട് സംസാരിച്ചത്. 4 കുടുംബങ്ങളും സർവേയോട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചിരുന്നു. അവരെല്ലാവരും ഉത്തരങ്ങൾ പറയാൻ തയ്യാറായിരുന്നു, സംസാരിക്കാൻ തയ്യാറായിരുന്നു. സർവേയുടെ ഭാഗമായി 35 പേരെയായിരുന്നു ഞാൻ വിളിക്കേണ്ടത്. അതിൽ 2 പേരെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഒരാൾ സർവേയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു. വയനാട് പുനരധിവാസ സർവേയുമായി ബന്ധപ്പെട്ട് ഞാനൊരു 40 പേരെ വിളിച്ചു. അതിൽ നിന്ന് 80% ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇതുവരെ സംസ്ഥാന സർക്കാർ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും തൃപ്തരാണെന്നാണ്. വയനാട് പുനരധിവാസത്തിലെ 46 ഗുണഭോക്താക്കളെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അതിൽ 42 പേരുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. 40 പേരെയാണ് ഞാൻ ബന്ധപ്പെട്ടത്. സർക്കാർ പുറത്തുവിട്ട ദുരന്തബാധിത ലിസ്റ്റിലെ ഫേസ് 2Bയിൽ ഉൾപ്പെട്ട 40 പേരായിരുന്നു അത്. അതിൽ 37 പേരെ നേരിട്ടോ അല്ലാതെയൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഞാൻ ഏതാണ്ട് ഫേസ് 1-ലുള്ള ആളുകളെയും ഫേസ് 2-ലുള്ള ആളുകളെയുമാണ് ഞാൻ ബന്ധപ്പെട്ടത്. ഏതാണ്ട് 70ഓളം ആളുകളെ ഞാൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടാണ് അവരോട് സംസാരിച്ചത്. അത് 70 പേരിൽ ഏതാണ്ട് 3 പേരെ മാത്രമാണ് എനിക്ക് ഫോണിൽ ലഭിക്കാതെ വന്നത്. പക്ഷേ മറ്റുള്ള എല്ലാവരെയും 67 പേരെയും നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചാണ് ഈ രേഖ ഞങ്ങൾ കൈമാറുന്നത്, ഒരു ടീമിലേക്ക് കൈമാറുന്നത്. 33 ആളുകളെയും വിളിച്ചു. അതിൽ ഏകദേശം ഒരു 5 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചു. ബാക്കിയുള്ളവർ ഫോൺ അറ്റൻഡ് ചെയ്യാതെയും ഫോൺ സ്വിച്ച് ഓഫ് ആയും ഒക്കെ തന്നെയാണ് അവരെ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നത്. എല്ലാവരും നമ്മളോട് വളരെ ക്രിയാത്മകമായി ഇടപെട്ടു. ഉപരിയായി നമ്മളോട് അവരുടെ വിഷമങ്ങൾ, അവർക്ക് ഉറ്റവരെ പോയവരുണ്ട്, അവരുടെ സ്വത്ത് വകകളെല്ലാം നശിച്ചവരുണ്ട്, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചുപോയവരുണ്ട്. അവരെല്ലാം അവരുടെ ആധി പറയാനും വ്യാധി പറയാനും ഒക്കെ അവർ നമ്മളോട് ഈ ചുരുങ്ങിയ സമയം കണ്ടെത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത്. സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ പട്ടികയിൽ ഉൾപ്പെടാത്ത നിരവധി ആളുകൾ ഇനിയുമുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കുറേ ആളുകളെ നമുക്ക് ഈ ഫോണിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് 60ഓളം ആളുകളെ നമ്മൾ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു. പലപ്പോഴും അവരെല്ലാം ഈ പറയുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. സർക്കാർ ആ ടൗൺഷിപ്പിൽപ്പെട്ട ആളുകൾക്ക് അത് വേഗത്തിൽ നടപ്പിലാക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഒരു വീട്ടിൽ 2-3 മക്കൾ ഉണ്ടായിരുന്ന ആളുകൾ, അവരൊരുമിച്ച് കൂട്ടുകുടുംബം പോലെ ജീവിച്ച ആളുകൾക്ക് ഈ ഒരു അണുകുടുംബം എന്ന രീതിയിലേക്ക് ഒരു വീട്ടിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നതിൽ തൃപ്തരല്ല എന്ന് പലരും പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒന്നിൽ കൂടുതൽ വീടുകൾ വേണമെന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. പ്രത്യേകിച്ച് ഈ 2 ആൺമക്കളൊക്കെ ഉള്ളവർക്ക്
പിന്നീട് മറ്റൊരു വീട് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വീട്ടിൽ കൂട്ടുകുടുംബമായി താമസിച്ച ആളുകൾ ഇത്രയും ചുരുങ്ങിയ ഒരു രീതിയിൽ ഒരു വീട്ടിലേക്ക് മാറുന്നതിനുള്ള അസ്വസ്ഥത മാത്രമാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. 29 പേരും തൃപ്തികരമാണ്, ഭാഗികമായി തൃപ്തികരമാണ്, പൂർണ്ണമായി തൃപ്തികരമാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞവരാണ്. അവർക്ക് വലിയ തോതിലുള്ള ആശങ്കയൊന്നും അവർ പറയുന്നുണ്ടായിരുന്നില്ല. അത്തരം അഭിപ്രായം അവർക്കില്ല. ഭൂരിഭാഗം പേരും തൃപ്തരാണ് എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. അവർ പലരും പറയുന്നത് തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ തൃപ്തരാണ്, തൃപ്തരല്ലയോ എന്ന് ചോദിച്ചാൽ തൃപ്തരല്ല. ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇതുവരെ സംസ്ഥാന സർക്കാർ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളിലും തൃപ്തരാണെന്നാണ്. അതിൽ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾ നമുക്ക് മറുപടിയായിട്ട് നൽകുകയുണ്ടായത്. 3 പേർ മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല എന്നറിയിച്ചത്. അതായത് 90.6% ആളുകളും ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ 1-2 പേരുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ശേഷിക്കുന്ന എല്ലാവരും, ഞാൻ വിളിച്ച ബാക്കി എല്ലാവരും പറഞ്ഞത് ഇതൊരു നല്ല പ്രൊജക്റ്റാണ്, അതിനെ നന്നായി സർക്കാർ നന്നായി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് വേഗത്തിൽ കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു അഭിപ്രായം. അത് കഴിയുമോ എന്നുള്ളത് തന്നെ അവർക്ക് വ്യക്തമായ അതിനുള്ള കാരണവുമുണ്ട്. അതിൽ അവർ പറയുന്നത് ഒരു വീടിൻ്റെ നിർമ്മാണം ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കി തരാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് അവരിലുള്ളത്. ഡിസംബറിലേക്ക് വീട് നിർമ്മാണം പൂർത്തിയാക്കി ജനുവരിയിലേക്ക് കൈമാറും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിലവിൽ അധികം ആളുകളും പറഞ്ഞത് ആ കാര്യം പ്രതീക്ഷിക്കുന്നില്ല. അതായത് നിലവിലുള്ള വീടുകളുടെ പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ജനുവരിയിലേക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിലൊരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായത്. അവർക്ക് വീട് ലഭിച്ചിട്ടില്ല, വീടിൻ്റെ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള ഉറപ്പ് അത് ലഭിച്ചാൽ അവർ വളരെ തൃപ്തരാണ്. മറ്റ് പ്രവർത്തനങ്ങളിൽ അവർ തൃപ്തരാണ് എന്നുള്ളത് വളരെ എടുത്തു പറയുന്നുണ്ട്. കാര്യം 300 രൂപ ക്ഷാമബത്ത ദിവസം ലഭിക്കുന്നുണ്ട്, വാടക ഇനത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, മറ്റ് സർക്കാർ സംവിധാനങ്ങളിൽ വേണ്ട കാര്യങ്ങൾ അവർ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പുനരധിവാസം അവർ പ്രധാനമായും പറയുന്നത് അവരുടെ വീട് എന്നുള്ളതാണ്. അതിനകത്ത് ഡിസംബറിൽ പൂർത്തിയാകില്ല എന്ന് പറയുന്നത് അവരുടെ ആശങ്കയാണ്. കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടുത്തെ കാലാവസ്ഥയും അത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. നല്ല വീടാണ് അത്. എനിക്ക് അങ്ങനെ വീടുണ്ടാക്കാൻ കഴിയുമോ എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഒരു അനുകൂല നിലപാടല്ല സ്വീകരിച്ചതെന്ന ഒരു വിമർശനം അവർക്ക് കൂടുതലായിട്ടുണ്ട്. അവരുടെ സഹായം അവരുടെ അനുഭാവപൂർവമായ ഇടപെടലാണോ നമുക്ക് നൽകിയത് ഈ ദുരന്തത്തിന് ശേഷം എന്നുള്ള ചോദ്യത്തിൽ ഏതാണ്ട് എല്ലാവരും തന്നെ വലിയ തോതിൽ ഒരേ മറുപടിയാണ് നൽകുന്നത്. കേന്ദ്രം വേണ്ട രീതിയിൽ ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന് തന്നെയാണ് അവർ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കരുണാപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചുവെന്ന് ഒരാൾ പോലും അതിന് ഞാൻ വിളിച്ച ആരും അങ്ങനെ ഒരു കരുണാപൂർവമായ ഒരു നിലപാടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. നമുക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തില്ല എന്നുകൂടി അവർ അതിനകത്ത് തർപ്പിച്ച് പറയുന്നുണ്ട്. ഈ ദുരന്തബാധിതരുടെ ലോൺ എഴുതി തള്ളണം അല്ലെങ്കിൽ വായ്പ എഴുതി തള്ളണം എന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ ഇപ്പോഴും അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ ലോൺ എല്ലാം നഷ്ടപ്പെട്ടവരാണ് തങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ലോണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എഴുതി തള്ളിയിരുന്നെങ്കിൽ അത്രയ്ക്കും ആശ്വാസമായാനേ എന്നാണ് അവർ പറയുന്നത്. ഓപ്ഷൻ 2 സ്വീകരിച്ച ആളുകൾ അതിൽ ശരിക്കും 402 പേര്, സർക്കാരിൻ്റെ പട്ടികയിൽ 402 പേരിൽ 107 പേരാണ് ആദ്യഘട്ടത്തിൽ ഈ ഓപ്ഷൻ 2, അതായത് സർക്കാരിൽ നിന്ന് പണം മേടിച്ച് ഞങ്ങൾ പുറത്ത് വീട് വെക്കാമെന്ന തീരുമാനം എടുത്തത്. പിന്നീട് 3 പേർ ആ തീരുമാനം തിരുത്തി ഞങ്ങൾക്ക് ടൗൺഷിപ്പിനകത്ത് തന്നെ വീട് വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. 104 പേരാണ് സർക്കാരിൽ നിന്നും പണം മേടിച്ച ആളുകൾ. ആ 104 പേരിൽ 74 പേരുടെ അഭിപ്രായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ 74 പേരിൽ 70 പേരും അത് ശരിയായ തീരുമാനമാണ് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. 3 പേരാണ് ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുള്ളത്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് ഒരാൾ മാത്രമാണ്. എന്തായാലും ഈ സർവേ അവരുടെ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തൃപ്തി രേഖപ്പെടുത്തുന്നു. ഭൂരിഭാഗം ആളുകളും തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആകെ റിസൾട്ട് എന്നുള്ളത്.